കാത്തു സൂക്ഷിക്കാൻ സഹായിക്കുന്ന അടിസ്ഥാനപരമായ വ്യായാമങ്ങളിൽ ഒന്നാണ് നടത്തം. നല്ല ആരോഗ്യം നിലനിർത്താൻ നടത്തം ശീലമാക്കണമെന്ന നിർദ്ദേശം ഡോക്ടർമാർ പലപ്പോഴും നൽകാറുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവന് ഭീഷണിയാകാൻ സാധ്യതയുള്ള പല രോഗങ്ങളും നമുക്ക് ചുറ്റുമുണ്ട്. ദൈനംദിന ജീവിതത്തിലെ ശാരീരിക പ്രവർത്തനങ്ങളും ഇത്തരത്തിലുള്ള രോഗങ്ങളും തമ്മിൽ ബന്ധമുണ്ടെന്നാണ് പല പഠനങ്ങളും പറയുന്നത്. ആരോഗ്യത്തോടെ ഇരിക്കാനും രോഗങ്ങളെ പ്രതിരോധിക്കാനും നടത്തം മികച്ചൊരു മാർഗം തന്നെയാണ്. ദിവസവും 10,000 ചുവടുകളിലധികം നടക്കണമെന്നതിനെ പറ്റിയും പഠനങ്ങൾ നടക്കുന്നുണ്ട്. ജീവിതശൈലിയിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് ആരോഗ്യത്തോടെ ഇരിക്കാൻ സഹായിക്കുന്നു. സമ്മർദ്ദം അധികമില്ലാത്ത വ്യായാമമാണ് നടത്തം. സർക്കുലേഷൻ ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനം അനുസരിച്ച് പ്രായമായ ആളുകൾ നടക്കുന്ന ചുവടുകളുടെ എണ്ണം കുറയുന്നത് ഹൃദയാഘാതം, സ്ട്രോക്ക് എന്നീ അപകട സാധ്യതകളിലേക്കാണ് ചൂണ്ടിക്കാട്ടുന്നത്. ദിവസവും 3 മുതൽ 4 മൈലുകൾ വരെ, അതായത് 6000 മുതൽ 9000 ചുവടുകൾ വരെ നടക്കുന്നവർക്ക് ഒരു ദിവസം 2000 ചുവടുകൾ നടക്കുന്ന ആളുകളെ അപേക്ഷിച്ച് ഹൃദയാഘാതം ഉണ്ടാകാനുള്ള സാധ്യത 40 മുതൽ 50% വരെ കുറവാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 60 വയസ്സിന് മുകളിലുള്ളവരുടെ നടത്തം കൂടുന്നതിനനുസരിച്ച് ഹൃദ്രോഗങ്ങൾക്കുള്ള സാധ്യത കുറയുന്നതായാണ് പഠനം കണ്ടെത്തിയത്. ദിവസവും എത്ര ദൂരം നടക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി 6 വർഷത്തോളം നടത്തിയ പഠനത്തിൽ 20,152 ആളുകളാണ് പങ്കെടുത്തിരുന്നത്. സ്ട്രോക്ക്, ഹൃദയസ്തംഭനം, കൊറോണറി ഹൃദ്രോഗം എന്നിങ്ങനെ ഹൃദയ സംബന്ധമായ മാരകമായതും അല്ലാത്തതുമായ രോഗങ്ങളെ തരംതിരിച്ചായിരുന്നു ഈ ഒരു പഠനം നടത്തിയത്. ഒരു മനുഷ്യന്റെ ആരോഗ്യത്തിന് നടത്തം എങ്ങനെയാണ് ഗുണം ചെയ്യുക എന്നറിയാൻ ഗവേഷകർ ഇത്തരത്തിൽ പഠനങ്ങൾ നടത്താറുണ്ട്. മാറിവരുന്ന ജീവിത രീതികൾ കാരണം വളരെ കാലം മുൻപ് തന്നെ ശാരീരിക പ്രവർത്തനങ്ങളിലെ നിഷ്ക്രിയത്വം ചർച്ച ചെയ്യാറുണ്ട്. 2 വർഷത്തിലധികം നീണ്ടുനിന്ന കോവിഡ് കാലത്തിലെ ലോക്ക്ഡൌണിന് ശേഷമാണ് വിഷയം വീണ്ടും ഉയർന്നു വന്നത്. 2022 ഒക്ടോബറിലെ ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ലോക ജനസംഖ്യയിലെ കൗമാരക്കാരിൽ 80%-ലധികം പേരും ശാരീരികമായി വേണ്ടത്ര സജീവമല്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. ശരീരം വേണ്ട വിധത്തിൽ പ്രവർത്തിപ്പിക്കാത്തത് മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുകയാണ് ചെയ്യുക. ആഗോളതലത്തിൽ പ്രായപൂർത്തിയായ ആളുകളിൽ 4-ൽ ഒരാളുടെ ശാരീരിക പ്രവർത്തനങ്ങൾ വേണ്ട വിധത്തിൽ നടക്കുന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 60 വയസ്സിന് മുകളിലുള്ളവർ പ്രതിദിനം 6000 മുതൽ 8000 ചുവട് മാത്രം വയ്ക്കുമ്പോഴും മറ്റുള്ളവരിൽ പ്രതിദിനം 8000 മുതൽ 10000 ചുവടുകൾ വയ്ക്കുമ്പോഴും അപകട സാധ്യതയുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. 2022 സെപ്റ്റംബറിൽ ജാമാ നെറ്റ്വർക്കിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ ക്യാൻസറും ഹൃദയ സംബന്ധമായ അസുഖങ്ങളും മരണനിരക്കും നടത്തത്തിന്റെ എണ്ണവും തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയിരുന്നു. നടത്തത്തിന്റെ തീവ്രത കൂട്ടുന്നത് കൊണ്ടുള്ള ആരോഗ്യ ഗുണങ്ങളും പഠനത്തിൽ എടുത്തു പറയുന്നുണ്ട്. 61 വയസ്സ് പ്രായമുള്ള 78,500 ആളുകളിലാണ് ഈ ഒരു പഠനം നടത്തിയത്. പ്രതിദിനം 10,000-ലധികം ചുവടുകൾ വയ്ക്കുന്നത് ക്യാൻസർ, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ പിടിപെടുന്നത് കുറയാൻ സാധിക്കും. ചെറുപ്പക്കാർക്ക് എന്ന പോലെ തന്നെ മുതിർന്നവർക്കും നടത്തം പോലുള്ള ശാരീരിക പ്രവർത്തനങ്ങൾ വളരെ നല്ലതാണ്. നടത്തം സ്ഥിരമാക്കുന്നത് മൂത്രസഞ്ചി, സ്തനങ്ങൾ, വൻകുടൽ എന്നിവയിൽ രൂപപ്പെടുന്ന പ്രത്യേക അർബുദങ്ങളുടെ സാധ്യത കുറയ്ക്കുകയും മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും പ്രായമായവരിൽ ഉറക്ക പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനും നടത്തം സഹായിക്കും. മാത്രമല്ല, പതിവായുള്ള നടത്തം നമ്മുടെ ശരീരത്തെ ഊർജ്ജസ്വലമാക്കുകയും ചെയ്യുന്നു. ശാരീരികവും മാനസികവും വൈകാരികവുമായ മികച്ച ആരോഗ്യം നേടാനും നടത്തം വളരെയധികം സഹായിക്കുന്നതാണ്.